ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കല്ലോ, അതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടു ഡു ലിസ്റ്റ് എഴുതുന്നതിനോട് നമുക്ക് നമ്മളെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഞാനും ഇപ്പോൾ കുറച്ച് യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം കേൾക്കാൻ തുടങ്ങിയൊരു വാക്കാണ് കേട്ടോ ടു ഡു ലിസ്റ്റ് എന്നുള്ളത്. അതുവരെ നമ്മളങ്ങനെ ഒരു റുട്ടീനായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു പോരുന്നതെന്നല്ലാതെ ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ജേണൽ എഴുതുക അതൊക്കെ നമ്മൾ ഇപ്പോൾ അടുത്ത് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള കുറച്ച് വേർഡ്സാണ്. അപ്പോൾ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പം ഏത് കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ നമുക്ക് പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ നിസ്കാരം ഉണ്ടാവും, അല്ലാത്ത കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് നിസ്കരിച്ചൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ടൈം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായയും കൊണ്ടൊക്കെ നമ്മൾ ഒന്നില്ലെങ്കിൽ പുറത്തൊക്കെ ഇരുന്ന ഒരു ചായ ഒക്കെ കുടിക്കുമ്പോൾ നല്ലൊരു വൈബാണ്, നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഒരു ബുക്കും പേപ്പറും അല്ലെങ്കിൽ ഒരു ഡയറി അല്ലെങ്കിൽ ചെറിയൊരു പേപ്പർ ആയിട്ടുണ്ടെങ്കിലും മതി, അതെടുത്തിട്ട് നമ്മൾ എന്താക്കുക, നമുക്ക് എന്ന് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. പക്ഷെ അതിൽ വെറുതെ എഴുതി വെച്ച പോലെ നമ്മൾ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ നമ്മൾ എന്താക്കുക, ആ എഴുതി വെക്കുന്നതിനനുസരിച്ച് നമ്മൾ അത് ഓരോന്നും എഴുതി വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ ഇന്ന് എന്തായാലും ചെയ്ത് തീർക്കും എന്നുള്ള ആ ഒരു പ്രോമിസ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കരുത്, ജസ്റ്റ് ഒരു 10 കാര്യങ്ങളെങ്കിലും നമ്മൾ എഴുതി വെക്കാം കേട്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അത് ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് എഴുതി വെക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ ഓരോ പണി കഴിയുമ്പോഴും അടുത്തത് ഇനിയിപ്പം അടുത്തത് നെക്സ്റ്റ് ഇതാണ്, അപ്പോൾ ഇതെന്തായാലും നമുക്ക് ചെയ്ത് തീർക്കണം. അങ്ങനെ നമുക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചിലപ്പം എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് അവിടെ കിട്ടുന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം നമുക്ക് കിട്ടും. ആ ഒരു ടൈമാണ് നമ്മൾ നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം. കാരണം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു സമയം ഇവിടെ നമുക്ക് വെറുതെ കിട്ടുന്നത് പോലെ നമുക്ക് കിട്ടുന്നത്. ശരിക്കും വെറുതെ കിട്ടുന്നതല്ല, നമ്മൾ കാരണം ആ എഴുതി വെച്ചതുപോലെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അവിടെ അത്രയും ടൈം നമുക്ക് കിട്ടിയത്. അപ്പം ഇന്നാണെങ്കിൽ ഇപ്പം നമുക്ക് പുറത്ത് പോയിട്ട് നമുക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഡെയിലി പോകണ്ടേ, പിന്നെ വീട്ടിലെ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കണം, പിന്നെ അത് പോകണം, പിന്നെ ഒരു മടി നമ്മൾ വിചാരിക്കും എല്ലാം ചെയ്യണ്ടേ എന്നുള്ളൊരു മടിയായിരിക്കും നമ്മളെ മുന്നിലേക്ക് വരാം. അപ്പോൾ അപ്പം ഇപ്പോൾ ഓൺലൈനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൽ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ വീണ്ടും പഠിക്കാൻ ഇനിയിപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, നമുക്ക് എന്താണോ പാഷന് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും. അപ്പം നമുക്കങ്ങനെ നമുക്കായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടു ഡു ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടും. അതാണ് ടു ഡു ലിസ്റ്റ് കൊണ്ടുള്ള ഒരു ഉപകാരം കേട്ടോ.